മലപ്പുറം ജില്ലയിലെ പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രമായ കോട്ടക്കുന്നിലെ ശുചീകരണ തൊഴിലാളികൾക്ക് 2 മാസം കഴിഞ്ഞിട്ടും ശമ്പളം ലഭിച്ചില്ല. ശമ്പളം നൽകാൻ ഫണ്ടില്ല എന്ന കാരണം പറഞ്ഞാണ് ഇവരെ DTPC മടക്കി അയക്കുന്നതെന്നാണ് ഉയർന്ന ആരോപണം. പരാതിക്ക് തീരുമാനമാകുമെന്ന പ്രതീക്ഷയിലാണ് തൊഴിലാളികൾ. കോട്ടക്കുന്ന് ടൂറിസ്റ്റ് കേന്ദ്രത്തിൽ ശുചീകരണ പ്രവൃത്തികൾക്കായി 10ഓളം തൊഴിലാളികളാണ് നിലവിലുള്ളത്. ഇവർക്ക് പുറമെ തോട്ടം തൊഴിലാളികൾ, സെക്യൂരിറ്റി എന്നിവരും ജോലി ചെയ്യുന്നുണ്ട്. ഇവർക്കെല്ലാം കൃത്യമായി ശമ്പളം ലഭിക്കുമ്പോഴാണ് ശുചീകരണ തൊഴിലാളികളെ അവഗണിക്കുന്നത്. 17 മാസമായി കൂട്ടിയ തുകയും ലഭിച്ചിട്ടില്ല. ശുചീകരണ തൊഴിലാളികളെല്ലാം തന്നെ ഈ വരുമാനത്തെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. ശമ്പളം ലഭിക്കാത്തതിനെ തുടർന്ന് DTPC ഓഫീസിൽ അന്വേഷിച്ചപ്പോൾ ചെക്ക് മടങ്ങിപ്പോയെന്ന മറുപടിയാണ് ലഭിച്ചതെന്നും തൊഴിലാളികൾ പരാതിപ്പെടുന്നു. 2 മാസമായിട്ട് ശമ്പളം കിട്ടിയിട്ടില്ല. ചെക്ക് വന്നിരുന്നു, ചെക്ക് മാറാൻ കൊടുത്തതാന്ന് പറഞ്ഞു ട്രഷറിയില്. ഇപ്പൊ പറയണത് അത് തിരിച്ചു പോയി എന്ന് പറയുന്നുണ്ട്. ഇതിപ്പോ അവർക്ക് സ്ഥിരം ഒരു തന്നെ ഇങ്ങനെ പറയല്. ഇതിന് മുമ്പ് ഉണ്ടായിട്ടുണ്ട് ഇങ്ങനെ ചെക്ക് മടങ്ങിപ്പോവല്. അതിന്റെ കാരണം ഇപ്പൊ എന്താന്ന് എനിക്കറിയില്ല. ഇവരിങ്ങനെ പറയാന്നല്ലാതെ ഇതുമെന്ന് ഉള്ളു ഞങ്ങൾക്ക് വരുമാനമായിട്ടുള്ളത്. ബാങ്ക് ഇടപാടുകളും എല്ലാം ഇതുമെന്ന് കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് ഇത് ചെലവ് ഇതാക്കാൻ. ഞാൻ ഒരു സൂക്കറാണ്. എനിക്ക് പിന്നെ ഇതുമെന്ന് പൈസ കിട്ടിയിട്ടാണ് ശമ്പളത്തിൻ്റെ കിട്ടിയിട്ട് വേണം മരുന്ന് കാര്യങ്ങളൊക്കെ വാങ്ങാൻ, ഡോക്ടറെ കാണിക്കാനും ഒക്കെ. നേരത്തെയും ഇതേ പ്രശ്നമുണ്ടായപ്പോൾ കളക്ടറെ കണ്ട് പരാതി നൽകിയതിനെ തുടർന്ന് കളക്ടർ ശമ്പളം നൽകാൻ നിർദ്ദേശിക്കുകയായിരുന്നു. ശമ്പളം ലഭിക്കാത്തതിനാൽ തൊഴിലാളികൾ ഏറെ പ്രയാസത്തിലാണ്. പരാതിക്ക് ഇനിയെങ്കിലും തീരുമാനമാകുന്ന പ്രതീക്ഷയിലാണ് തൊഴിലാളികൾ. മലബാർ ടൈംസ്, മലപ്പുറം.